ചോദിക്കണം, സ്തോത്രം, തിരുവെഴുത്ത് എന്ത് പറയുന്നു? അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം വന്നാലും തിരുവെഴുത്ത് എന്ത് പറയുന്നു? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനെ പോലും പരീക്ഷിക്കാൻ പിശാച് അടുത്തു വന്നപ്പോൾ സ്തോത്രം, കർത്താവ് എടുത്തത് വചനമാണ്. തിരുവെഴുത്ത് എന്തു പറയുന്നു? അതാ വിഷയം. ഹല്ലേലൂയ. തിരുവെഴുത്ത് എന്തു പറയുന്നു? അങ്ങനെയാണെങ്കിൽ തിരുവെഴുത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു പറഞ്ഞിട്ട് സ്തോത്രം, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കയറാം. പ്രൈസ് ഗോഡ്. സമയം മുന്നോട്ട് പോയി എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഇവിടെ തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ അത് ഹോളി സ്ക്രിപ്ചേഴ്സ്, വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ എഴുത്തുകൾ, ഇത് തിരുവെഴുത്തുകൾ, സ്ക്രിപ്ചർ. സ്തോത്രം. ഹോളി സ്ക്രിപ്ചേഴ്സ്, ഹോളി സ്ക്രിപ്ചേഴ്സ്, ദേ ആർ ഹോളി സ്ക്രിപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, വിശുദ്ധമായതെന്ന് പറഞ്ഞാൽ സ്തോത്രം, വിശുദ്ധമായ ഉപയോഗത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഒന്നിനോടും ഇത് ചേർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഇത് സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്ന വചനമാണ്. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ഇതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇത് തോന്നിയതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല, തോന്നിയവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല. പിന്നെയോ ഇത് വിശുദ്ധമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ഒന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശുദ്ധ തിരുവെഴുത്തുകളോട് ശരിയായ മനോഭാവം നമ്മൾ പുലർത്തണം. ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ വചനം എന്നോടും നിങ്ങളോടും ഇടപെടുമ്പോൾ, എന്നോടും നിങ്ങളോടും ദൈവാത്മാവ് വചനത്തിൽ കൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്തോത്രം അതിനോടുള്ള പ്രതികരണം നോക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. അത് ദൈവവചനമാണ്, മാനുഷിക വചനമായിട്ടല്ല. സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാണ്. ഹല്ലേലൂയ.